നീ ഒന്ന് വേഗം വരുന്നുണ്ടോ? ഹേ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് പുറത്തു പോവാണ് ഗൈസ്. ബട്ട് ദ റിയാലിറ്റി ഈസ് എന്നെ ചെറുതായി കൊണ്ടുപോയില്ല. അത്ര തന്നെ. 8 മണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് 8:53. എന്നിട്ടും ഞാൻ വീട്ടിൽ തന്നെ. കാരണം പോസ്റ്റ് വേറെ ഒന്നുമല്ല, അവർ റെഡിയായി വരാൻ സമയമെടുക്കും. കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് നമ്മളെ തന്നെ നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ലേ? യെസ്, അങ്ങനെ പോസ്റ്റ് അടിച്ച് അങ്ങേറ്റം എത്തിക്കഴിഞ്ഞ് 2 ഒച്ചപ്പാടൊക്കെ എടുത്ത് കഴിഞ്ഞ് വേഗം റെഡിയായി ഇറങ്ങി ഗൈസ്. ഞങ്ങൾ നടന്ന വണ്ടിയൊക്കെ എടുത്തു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെട്ടം കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഈ സമയത്ത് ഉണ്ടാവില്ല. പിന്നെ ഈ എക്സ്പ്രഷനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് നമ്മൾ പോകും, എവിടെ പോകും എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഗൂഢാലോചനയാണ് നിങ്ങൾ കാണുന്നത്. കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളെപ്പോഴും പോണ സ്ഥലത്ത് തന്നെ ഞങ്ങൾ എത്തിച്ചേരും. അതാണ് എപ്പോഴും സംഭവിക്കണത്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരുന്ന് വർത്തമാനം പറയുക, ഇതിനൊക്കെ വേണ്ടി തന്നെ പോണത്. അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കായിരുന്നു, വർത്തമാനം പറയുക, കണ്ടവരെ പറ്റി കുറ്റം പറയുക, പിന്നെ കണ്ണി കാണുന്ന പട്ടീനെയും പൂച്ചനെയൊക്കെ നോക്കിയിരിക്കുക. പിന്നെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിൽ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യണത്, ആ ഫ്ലാറ്റിൻ്റെ മണ്ടയിൽ നമുക്ക് താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇടയ്ക്ക് ഞങ്ങൾ ദാസനും വിജയനൊക്കെ ആവും. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഐസ്ക്രീം കടയും പെട്ടിക്കടയൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിശപ്പ് വരുമല്ലോ. അങ്ങനെ ഒരു ഉൾവിളി വന്നപ്പോൾ ഞാൻ ഫൈസിനെ വിട്ടു ഗൈസ്, കോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. ആ നിൽക്കണ നിൽപ്പ് അതിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീണ്ടും വാങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ പാട്ടിന് പോയി ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫൈസി പറഞ്ഞു റൈഡൊക്കെ പോകാമെന്ന് പറഞ്ഞു. കോൺഫിഡൻസിൽ എൻ്റെ അഹങ്കാരമാണെന്നുള്ളൊരു ഭാവത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് പോന്നു. അങ്ങനെ കത്തിച്ചു വിട്ട് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ഇനി പൊറോട്ടയും മുട്ടക്കറി വേണം. മുട്ടക്കറിയിൽ ഒരു തന്തപ്പാണ് ഞാൻ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി, ചെറിയ ലൈമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.